അയോധ്യ ക്ഷേത്ര ചടങ്ങിന് ഒരുങ്ങുമ്പോൾ യു.പി. സർക്കാരും അവഗണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മസ്ജിദ് നിർമ്മാണത്തിന് 5 ഏക്കർ ഭൂമി നൽകിയിരുന്നു. മസ്ജിദ് നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടെന്ന് മാത്രമല്ല, വികസന പ്രവർത്തനം പോലും നടത്താതെ യോഗി സർക്കാർ അവഗണിക്കുന്നുവെന്നും വിമർശനം ശക്തമാണ്. അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ അനുമതി നൽകിയപ്പോൾ 30 കിലോമീറ്റർ അകലെയാണ് മസ്ജിദ് പണിയാനുള്ള 5 ഏക്കർ ഭൂമി നൽകിയത്. അയോധ്യ ക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കടക്കുമ്പോൾ മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനം പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വികസനം പോലും എത്തിയിട്ടില്ലാത്ത ഗ്രാമപ്രദേശത്താണ് സ്ഥലം നൽകിയിട്ടുള്ളത്. അയോധ്യയിൽ മാത്രം വികസന പ്രവർത്തനം നടത്തുന്ന യോഗി സർക്കാരും ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ലെന്നും അയോധ്യ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഓൾ ഇന്ത്യ മുസ്ലിം യുണൈറ്റഡ് മോർച്ച ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അസം ഖാദരി വിമർശിച്ചു. सुप्रीम कोर्ट ने आदेश 5 एकड़ ज़मीन इसके लिए भी दिया था और चूँकि गवर्नमेंट यहाँ पे किसी भी तरह से कोई फैसिलिटीज़ नहीं दे रही, तो इस पे ध्यान दे रही है और पूरी राम मंदिर के लिए गवर्नमेंट लगी हुई है, तो इसलिए वहाँ पे काम तेज़ी से हो गया, यहाँ पे काम रुक गया. यहाँ पे चूँकि गवर्नमेंट अगर डेवलपमेंट करना चाहेगी तो यहाँ पे डेवलपमेंट हो जाएगा, क्योंकि सारी ज़मीनें खाली पड़ी हुई हैं और बहुत कुछ यहाँ पे हो जाएगा, ऐसा नहीं है. डेवलपमेंट करना चाहेगी डेवलपमेंट होगा, लेकिन गवर्नमेंट अगर नहीं करना चाहेगी तो खुद से करना है, तो खुद से जितनी चीज़ें हो पा रही हैं वो किया जा रहा है. കമ്മ്യൂണിറ്റി സെന്റർ, ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ള വലിയ പ്ലാനാണ് മസ്ജിദ് നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെബ്രുവരിക്ക് ശേഷം അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. നല്ലൊരു സർക്കാർ ആശുപത്രി പോലും സമീപ പ്രദേശത്തില്ലെന്നും പ്രദേശവാസികൾ വിമർശിക്കുന്നുണ്ട്. വികസനം ഒന്നും നടത്താതെ ഈയൊരു പ്രദേശത്തെ തന്നെ തിരിഞ്ഞു നോക്കാത്ത യോഗി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. അയോധ്യയിൽ മസ്ജിദ് പണിയാൻ നൽകിയ സ്ഥലമാണിത്. എന്നാൽ ഒരു വശത്ത് അയോധ്യ പൂർത്തിയായിട്ടും ഇപ്പോഴും വേണ്ട വികസനം പോലുമില്ലാതെയാണ് ഈ ഒരു പ്രദേശം നിൽക്കുന്നത്. അയോധ്യയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കലായിക്കൊപ്പം വിഷ്ണു തലവൂർ.